Good morning all, I am Savinus. എല്ലാവർക്കും Savinus Maths Plusലേക്ക് ഹൃദ്യമായ സ്വാഗതം. HSA മാത്തമാറ്റിക്സ് ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് പോകാം. HSA മാത്തമാറ്റിക്സിന് വേണ്ടിയുള്ള സോൾവ് x സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0. x സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതെങ്ങനെ സോൾവ് ചെയ്യുക? x സ്ക്വയർ ഈസ് ഈക്വൽ ടു -9 ഓർ x ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -9. നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് -9 ഈസ് നോട്ട് എ റിയൽ നമ്പർ, ഇറ്റ് ഈസ് കോൾഡ് കോംപ്ലക്സ് നമ്പർ. സ്ക്വയർ റൂട്ട് ഓഫ് -9 എന്തല്ല, റിയൽ നമ്പർ അല്ല, അതെന്താണ്? കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ എഴുതുക? റൂട്ട് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -9 ഈസ് പ്ലസ് ഓർ മൈനസ് 3i വേർ i ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1. സ്ക്വയർ റൂട്ട് ഓഫ് -9 നമ്മൾ എങ്ങനെ എഴുതുക? പ്ലസ് ഓർ മൈനസ് 3i എന്നാണ്. i എന്താണ്? അയോട്ട. ഈസ് കോൾഡ് അയോട്ട. എന്താണ്? റൂട്ട് ഓഫ് -1. അപ്പോൾ റൂട്ട് ഓഫ് -25 എന്തായിരിക്കും? റൂട്ട് ഓഫ് -25 ഈക്വൽ വിൽ ബി പ്ലസ് ഓർ മൈനസ് 5i. റൂട്ട് -4 എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 2i. അപ്പോൾ 25ൻ്റെ റൂട്ട് എടുക്കുക, അത് പ്ലസ് ഓർ മൈനസ് 5 അല്ലേ? അതിൻ്റെ കൂടെ റൂട്ടിനകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു i അങ്ങ് ചേർത്താൽ മതി. i ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1. നമ്മളിപ്പോൾ ഐയുടെ ഹയർ പവേഴ്സ്, ഐയുടെ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ തൽക്കാലം കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഫോമും അതിൻ്റെ 2-3 ഫോംസ് പഠിക്കാം. അപ്പോൾ റൂട്ട് -25 ഈസ് പ്ലസ് ഓർ മൈനസ് 5i, റൂട്ട് -4 ഈസ് പ്ലസ് ഓർ മൈനസ് 2i. സി root a into root b is equal to square root of a into b. ഇതല്ലേ നമ്മൾ സാധാരണ പറയാറ്? root a into root b is equal to square root of ab. ഇത് ശരിയാവുന്നത് എപ്പോൾ മാത്രമാണ്? root a into root b is equal to root of a into b is true if at least one of a or b is positive or 0. എയോ ബിയോ ഏതെങ്കിലും ഒന്നെങ്കിലും പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആണെങ്കിൽ മാത്രമേ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു ബി ആവുള്ളൂ. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു ബി ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ഓർ ബി ഈസ് പോസിറ്റീവ് ഓർ 0. എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എങ്കിലും പോസിറ്റീവ് ആവണം, എന്നാലേ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് സപ്പോസ് ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ്, എയും ബിയും പോസിറ്റീവ് ആയിരിക്കുക, അങ്ങനെയാണെങ്കിൽ റൂട്ട് -a ഇൻറ്റു റൂട്ട് -b അതെന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് -a ഇൻറ്റു -b. എയും ബിയും പോസിറ്റീവാണ്, അപ്പം -aയും -bയും എന്താണ്? നെഗറ്റീവാണ്. ആ കേസിൽ റൂട്ട് -a ഇൻറ്റു റൂട്ട് -b എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് -a ഇൻറ്റു -b. അപ്പോൾ റൂട്ട് -a ഇൻറ്റു റൂട്ട് -b റൂട്ട് ഓഫ് -a ഇൻറ്റു -b എന്ന് എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ ഈ രണ്ട് നമ്പേഴ്സും എന്തായതുകൊണ്ടാണ്? നെഗറ്റീവ് ആയതുകൊണ്ടാണ്. -aയും നെഗറ്റീവാണ്, -bയും നെഗറ്റീവാണ്. അപ്പോൾ റൂട്ട് a ഇൻറ്റു റൂട്ട് b ഈക്വൽ ടു റൂട്ട് ഓഫ് a ഇൻറ്റു b എന്ന് എഴുതണമെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എയോ ബിയോ ഏതെങ്കിലും ഒന്നെങ്കിലും എന്താവണം? പോസിറ്റീവ് ആവണം. ഇവിടെ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് -a ഇൻറ്റു -b. പിന്നെ നമ്മൾ എങ്ങനെ എഴുതുക? റൂട്ട് ഓഫ് -a ഇൻറ്റു റൂട്ട് -b ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് a ഇൻറ്റു b എന്നാണ് എഴുതാം. root -a into root -b is minus root of a into b. See, what will be square root of -3 into square root of -2? It is minus root of 3 into 2. That is minus root 6. That is equal to minus root 6. അപ്പോൾ റൂട്ട് ഓഫ് -3 ഇൻറ്റു റൂട്ട് ഓഫ് -2 ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 6 എന്നായത്. അല്ലെങ്കിൽ നമുക്കറിയാം റൂട്ട് -3 എങ്ങനെയാണ്? വേറൊരു രീതിയിൽ പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് -3 എങ്ങനെയാണ്? റൂട്ട് 3i ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് -2 എങ്ങനെയാണ്? റൂട്ട് 2i ആണ്. വാട്ട് ഈസ് i? i ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1. അപ്പോൾ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം റൂട്ട് -3 ഇൻറ്റു റൂട്ട് -2 ഇസ് ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ദാറ്റ് ഈസ് റൂട്ട് 6i സ്ക്വയർ. റൂട്ട് -3 ഇൻറ്റു റൂട്ട് -2 എന്താ പറയുക? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 നമ്പേഴ്സ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്താണ്? റൂട്ട് ഓഫ് 3 ഇൻറ്റു 2 ആണ്. രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 root of 3 into 2, that is root 6. I into I is I square. What is I square? I square is -1. I equal to square root of -1. Therefore squaring, this squaring by radical sign പോവുള്ളൂ.
അപ്പോൾ ഐ സ്ക്വയർ എന്താണ് -1 ആണ്. ഹയർ പവേഴ്സ് നമുക്ക് പിന്നീട് പറയാം. അപ്പം റൂട്ട് -3 ഇൻറ്റു റൂട്ട് -2 ഇസ് ഈക്വൽ ടു റൂട്ട് 6 ഐ സ്ക്വയർ. വാട്ട് ഈസ് ഐ സ്ക്വയർ? ഐ സ്ക്വയർ ഈസ് -1. റൂട്ട് 6 ഇൻറ്റു -1 എന്താണ്? -√6 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് -√6 തന്നെ കിട്ടിയത്. അപ്പോൾ റൂട്ട് -a ഇൻറ്റു റൂട്ട് -b എന്താണ്? -√a ഇൻറ്റു b ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്താണ്? z is equal to a plus ib where a and b are real numbers. General form of a complex number is z is equal to a plus ib where a and b are real numbers and what is I? I is equal to square root of -1. ഇതാണ് കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇതിനെ നമ്മൾ കാർട്ടീഷ്യൻ ഫോം എന്നാ പറയാം. നമ്മൾ എന്താ പറയും? കാർട്ടീഷ്യൻ ഫോം എന്ന് പറയും. കാർട്ടീഷ്യൻ ഫോം. ഈ കാർട്ടീഷ്യൻ ഫോമിൽ എയും ബിയും നമ്മൾ എന്താ പറയാ? റിയൽ നമ്പേഴ്സ് ആണ്. എ ഈസ് കോൾഡ് റിയൽ പാർട്ട് ഓഫ് z. Real part of the complex number z is equal to a and imaginary part of z is equal to b. I ഉള്ള പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട് പറയുമ്പോൾ നമ്മൾ ഐ പറയില്ല, ഐ ഒഴികെ ബാക്കിയുള്ളതേ പറയുള്ളൂ. റിയൽ പാർട്ട് ഓഫ് z is a and imaginary part of z is equal to b. So this is called Cartesian form of a complex number. ഇതിനെ നമ്മൾ എന്താ പറയാ? Cartesian form of a complex number എന്നാ പറയാ. z is equal to a plus ib. Next is polar form. This is called Cartesian form. Polar form is z is equal to r into cos theta plus I sin theta. Z is equal to r into cos theta plus I sin theta. This is called the polar form of z. Here r is the modulus of z. ഇവിടെ r എന്താണ്? മോഡുലസ് ഓഫ് z ആണ്. മോഡുലസ് ഓഫ് z is root of real square plus imaginary square. റിയൽ പാർട്ട് എന്താണ്? a പ്ലസ് ഇമാജിനറി പാർട്ട് എന്താണ്? b. So r is equal to modulus of z. r എന്ന് പറഞ്ഞാൽ എന്താണ്? z ന്റെ മോഡുലസ് ആണ്, which is root of a square plus b square. root of a square plus b square. That is modulus of z. മോഡുലസ് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഫോംസ് മാത്രം മനസ്സിലാക്കുക. r equal to z equal to r into cos theta plus I sin theta is called polar form. Polar form. So z is equal to r into, so what is theta? Theta is called argument. Theta നമ്മൾ എന്താ പറയാ? Argument of z എന്നാ പറയാ. Theta is called argument or amplitude. Theta നമ്മൾ എന്താ പറയും? Argument or amplitude. See z is equal to r into ഈ cos theta plus I sin theta നമ്മൾ e raised to I theta എന്നാണ് ഡിനോട്ട് ചെയ്യാം. Cos theta plus I sin theta is called e raised to I theta. So this is called Euler form or Euler's form. Euler form എന്നൊക്കെ പറയും. ഇത് നമ്മൾ എന്താ പറയാ? Euler form എന്ന് പറയും. Euler form. Euler's form. Euler's form അല്ലെങ്കിൽ Euler's form എന്നൊക്കെ പറയും. Z is equal to r into e raised to I theta. So what is e raised to I theta? It is cos theta plus I sin theta. E raised to I theta എന്താണ്? Cos theta plus I sin theta ആണ്. See, cos theta plus I sin theta നമ്മൾ e raised to I theta എന്ന് എഴുതിയാൽ അപ്പോൾ z is equal to r into e raised to I theta എന്ന് എഴുതാം. ഇതിനെ നമ്മൾ എന്ത് പറയും? ഊലേഴ്സ് ഫോം എന്ന് പറയും. ഇതിന് നമ്മൾ കാർട്ടീഷ്യൻ ഫോം z is equal to a plus ib നമ്മൾ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയും. z equal to r into cos theta plus I sin theta where r is equal to modulus of z. അതിന് നമ്മൾ എന്ത് പറയും? modulus of z എന്താണ്? root of a square plus b square. That is called polar form and z is equal to r into e raised to I theta is called Euler's form. ഈ e raised to I theta എന്താണ്? cos theta plus I sin theta ആണ്. e raised to I theta cos theta plus I sin theta ആണ്. See, one of the important theorem is there which is called De Moivre's theorem. De Moivre's theorem. De Moivre's theorem. So De Moivre's theorem says that cos theta plus I sin theta whole raised to n is cos n theta plus I sin n theta. See, De Moivre's theorem says that cos theta plus I sin theta whole raised to n is cos n theta plus I sin n theta. So what is cos theta plus I sin theta? Cos theta plus I sin theta is e raised to I theta. So this is e raised to I theta whole raised to n. E raised to I theta whole raised to n. So what is e raised to I theta whole raised to n? It is e raised to I n theta. See, what is x raised to m whole raised to n? X raised to m into n. E raised to I theta whole raised to n എങ്ങനെ കാണാം? E raised to ഈ രണ്ട് പവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. I theta into n. E raised to I n theta. So what is e raised to I theta?
which is cos theta plus I sin theta. So what will be e raised to I n theta, which is cos n theta plus I sin n theta. So cos theta plus I sin theta whole raised to n is cos n theta plus I sin n theta. Cos theta plus I sin theta എന്താണ്? e raised to I theta. So this is e raised to I theta whole raised to n എന്ന് പറഞ്ഞാൽ e raised to I n theta ആണ്. e raised to I n theta എങ്ങനെ എഴുതാം? cos of ഇവിടെ I കഴിഞ്ഞിട്ട് എന്താണുള്ളത് നോക്കുക. cos of n theta plus I sin n theta. So e raised to I theta is cos theta plus I sin theta. So what will be e raised to I phi? e raised to I phi എന്തായിരിക്കും? e raised to I phi is cos phi plus I sin phi. Isn't it? So what will be e raised to I 2 phi? It will be cos 2 phi plus I sin 2 phi. So e raised to I theta is cos theta plus I sin theta. So what is cos theta plus I sin theta whole raised to n? It is cos n theta plus I sin n theta. And that is called de Moivre's theorem. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഇത്രയും സംഗതികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ മുൻ വർഷങ്ങളിൽ നിങ്ങൾക്ക് HSAക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. എക്സ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, വൈ ഈക്വൽ ടു കോസ് ഫൈവ് പ്ലസ് ഐ സൈൻ ഫൈവ്, അയാൾ എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ എക്സ് എത്ര? ഇത് HSA 2009 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. നമുക്കറിയാം എക്സ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ തീറ്റ. y is equal to cos phi plus I sin phi എന്താണ്? e raised to I phi. cos theta plus I sin theta e raised to I theta നമ്മൾ എഴുതാം. cos phi plus I sin phi എങ്ങനെ എഴുതാം? e raised to I phi. So x by y plus y by x ആണ് നമുക്ക് കണ്ടത്. x by y plus y by x എങ്ങനെയാണ്? എക്സ് വൈ LCM എടുത്താൽ x into x x square plus y into y y square. And the x square, x is e raised to I theta. So this is e raised to I theta whole square plus y എന്താണ്? e raised to I phi whole square divided by xy means x into y, e raised to I theta into e raised to I phi. x by y plus y by x എന്താണ്? x square plus y square by xy ആണ്. xy LC എടുക്കുമ്പോൾ x into x y into y, x square plus y square by xy. x എന്താണ്? e raised to I theta, y എന്താണ്? e raised to I phi ആണ്. അപ്പോൾ x square x നും y ക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So what is e raised to I theta whole square? It is e raised to I 2 theta plus e raised to I 2 phi. x raised to m whole raised to n, x raised to m into n. രണ്ട് പവേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് പവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യുക. e raised to I theta into 2, I into 2 theta, e raised to I phi into 2, I into 2 phi divided by, so what is e raised to I theta into e raised to I phi? e raised to x raised to m into x raised to n form. What is x raised to m into x raised to n? x raised to m plus n. That is e raised to I theta plus I phi, e raised to I theta plus I phi. Now this is, what is e raised to I 2 theta? e raised to I theta is cos theta plus I sin theta. അപ്പോൾ e raised to I 2 theta കാണണമെങ്കിൽ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് 2 theta ചെയ്താൽ മതി. അപ്പോൾ cos 2 theta plus I sin 2 theta plus what is e raised to I 2 phi? e raised to I phi എന്ന് പറഞ്ഞാൽ cos phi plus I sin phi ആണ്. e raised to I 2 phi കാണണമെങ്കിൽ ഇവിടെ phi ഉള്ളിടത്തൊക്കെ 2 phi ആക്കിയാൽ മതി. അപ്പോൾ എന്ത് വരും? cos 2 phi plus I sin 2 phi ഇത് divided by ഈ e raised to I theta plus I phi എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to I of theta plus phi അല്ലേ? e raised to I theta plus I phi ഇതിൽ നിന്ന് I കോമൺ എടുക്കാം. e raised to I into theta plus phi. What is e raised to I into theta plus phi? It is cos of e raised to I theta എന്ന് പറഞ്ഞാൽ cos theta plus I sin theta. അപ്പോൾ e raised to I into theta plus phi ആണ്. e raised to I of theta plus phi എന്നാണ് ഈ തീറ്റയുടെ സ്ഥാനത്ത് theta plus phi ആക്കിയാൽ മതി. അപ്പോൾ cos of theta plus phi plus I sin theta plus phi. Now you will have to simplify this expression. ഇതിൻ്റെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നമ്മൾ എഴുതിയിട്ടില്ല, കാരണം ഓപ്ഷൻസ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യണം. ഇവിടെ നമ്മൾ റിയൽ പാർട്ട് ഏതൊക്കെയാണ്? റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ I ഇല്ലാത്ത പാർട്ട്. ഇവിടെ ഒരു cos 2 theta ഉണ്ട്, cos 2 phi ഉണ്ട്. അപ്പോൾ cos 2 theta plus 2 phi. പിന്നെ I ഉള്ള പാർട്ട് ഏതൊക്കെയാണ്? sin 2 theta plus sin 2 phi. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫോർമുല ഉണ്ട്.
cos theta plus cos 2 theta plus cos phi, cos c plus cos d ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് sin 2 theta plus sin 2 phi, ഇവിടെ sin c plus sin d ഫോർമുല ഉപയോഗിക്കാം. ഈ ഫോർമുലേസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു 4 ഇക്വേഷൻസ് പഠിച്ചാൽ മതി. s plus s is equal to 2sc, s minus s equal to 2cs, c plus c is 2cc, c minus c is minus 2ss. ഇതിൽ നമുക്ക് സി ഡി ഫോർമുലയും കിട്ടും, എ ബി ഫോർമുലയും കിട്ടും. സി ഡി ഫോർമുല എങ്ങനെയാണ് കിട്ടുക? ഫസ്റ്റിൽ സി ചേർക്കുക, രണ്ടാമത്തേൽ ഡി ചേർക്കുക, പിന്നെ സി പ്ലസ് ഡി ബൈ 2 ചേർക്കുക, ലാസ്റ്റിൽ സി മൈനസ് ഡി ബൈ 2 ചേർക്കുക. സി എന്ന് പറഞ്ഞാൽ കോസ്, എസ് എന്ന് പറഞ്ഞാൽ സൈൻ. ആദ്യം സി പിന്നെ ഡി, പിന്നെ എന്ത് ചേർക്കണം? സി പ്ലസ് ഡി ബൈ 2 പിന്നെ സി മൈനസ് ഡി ബൈ 2. അപ്പോൾ ഇതെന്താണ്? ആദ്യം സിയും ഡിയും ആണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പോൾ സൈൻ സി പ്ലസ് സൈൻ ഡി, ഇവിടെ സി സൈൻ ആണ്, സൈൻ സി പ്ലസ് സൈൻ ഡി ഈക്വൽ ടു 2 സൈൻ. ആദ്യം എന്താ ചേർക്കേണ്ടത്? സി പ്ലസ് ഡി ബൈ 2, പിന്നെ കോസ് ആണ്, കോസ് സി മൈനസ് ഡി ബൈ 2, സൈൻ സി minus sin d is equal to 2 cos c plus d by 2 sin c minus d by 2. So, cos c plus cos d, ആദ്യം c പിന്നെ d, cos c plus cos d, c എന്ന് പറഞ്ഞാൽ cos ആണ്, is equal to 2 cos c plus d by 2 cos c minus d by 2. cos c minus cos d എന്താണ്? minus 2 sin c plus d by 2 sin c minus d by 2. അപ്പോൾ 4 സി ഡി ഫോർമുല കിട്ടും. ഇനി എ ബി ഫോർമുലയും കിട്ടും. ഇതിനകത്ത് നിന്ന് എ ബി ഫോർമുല കിട്ടണമെങ്കിൽ ആദ്യം എ പ്ലസ് ബി ചേർക്കാം, പിന്നെ എ മൈനസ് ബി ചേർക്കാം, ഇവിടെ എ ബി ചേർക്കാം. എ ബി ഫോർമുല കിട്ടണമെങ്കിൽ ആദ്യം എ പ്ലസ് ബി, പിന്നെ എ മൈനസ് ബി, പിന്നെ ഇവിടെ എയും ബിയും ചേർക്കാം. അപ്പോൾ ഇവിടെ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി. ഇവിടെ എന്ത് വരും? ആദ്യം എ പ്ലസ് ബി പിന്നെ എ മൈനസ് ബി, സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എഫ് എ മൈനസ് ബി ഈക്വൽ ടു കോസ് എ സൈൻ ബി. ആദ്യം എ പ്ലസ് ബി പിന്നെ എ മൈനസ് ബി, പിന്നെ ഇവിടെ എ ബി. സൈൻ എസ് എന്ന് പറഞ്ഞാൽ സൈൻ, സി എന്ന് പറഞ്ഞാൽ കോസ്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചോളാം. അപ്പോൾ ഇവിടെ എന്താണ്? റിയൽ പാർട്ട് എടുക്കാം. കോസ് 2 തീറ്റ പ്ലസ് കോസ് 2 ഫൈ. അപ്പോൾ ഇത് സി പ്ലസ് സി, സി പ്ലസ് സി എന്താണ്? 2cc ആണ്. 2cc എന്ന് പറഞ്ഞാൽ 2 കോസ് അഗെയിൻ കോസ്. ആദ്യം എന്താ വേണ്ടത്? സി പ്ലസ് സി പറഞ്ഞാൽ 2cc, ഇവിടെ കോസ് 2 തീറ്റ പ്ലസ് കോസ് 2 ഫൈ. അപ്പോൾ 2cc ആണ്. 2cc പറഞ്ഞാൽ 2 കോസ് കോസ്. അപ്പോൾ 2 കോസ് കോസ്. ആദ്യം എന്താ? സി പ്ലസ് ഡി ബൈ 2 പിന്നെ സി മൈനസ് ഡി ബൈ 2. സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്. 2 തീറ്റ പ്ലസ് 2 ഫൈ ബൈ 2. 2 തീറ്റ പ്ലസ് 2 ഫൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു തീറ്റ പ്ലസ് 5. എന്നാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം തീറ്റ പ്ലസ് 5 എന്നേ ഉണ്ടാവുള്ളൂ. കോസ് ഓഫ് സി മൈനസ് ഡി ബൈ 2 ആണ് അടുത്തത്. 2 തീറ്റ മൈനസ് 2 ഫൈ ഹോൾ ഡിവൈഡ് ബൈ 2. 2 തീറ്റ മൈനസ് 2 ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു തീറ്റ മൈനസ് 5 ആണ്. ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ തീറ്റ മൈനസ് 5 എന്നേ ഉണ്ടാവുള്ളൂ. പ്ലസ് ഐ ഇൻറ്റു, ഇവിടെ നോക്കാം, ഇവിടെ ഐ കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? ഇവിടെ സൈൻ 2 തീറ്റ ഉണ്ട്, ഇവിടെ ഒരു ഐ സൈൻ 2 ഫൈ ഉണ്ട്. അതിൽ നിന്ന് രണ്ടിലും ഐ കോമൺ എടുത്താൽ സൈൻ 2 തീറ്റ പ്ലസ് സൈൻ 2 ഫൈ. ഇവിടെ സൈൻ പ്ലസ് സൈൻ ആണ്, എസ് പ്ലസ് എസ് ആണ്. എസ് പ്ലസ് എസ് എന്താണ്? 2sc ആണ്. 2 സൈൻ കോസ്, 2 സൈൻ പിന്നെ കോസ്. ആദ്യം എന്താ വേണ്ടത്? സി പ്ലസ് ഡി ബൈ 2. സി പ്ലസ് ഡി ബൈ 2 എന്ന് പറഞ്ഞാൽ സിയും ഡിയും 2 തീറ്റ ഇൻറ്റു 5 ആണ്, ആംഗിൾസ് ആണ്. അപ്പോൾ സി പ്ലസ് ഡി ബൈ 2 പറഞ്ഞാൽ 2 തീറ്റ പ്ലസ് 2 ഫൈ ഹോൾ ഡിവൈഡ് ബൈ 2. 2 തീറ്റ പ്ലസ് 2 ഫൈ ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു തീറ്റ പ്ലസ് 5 ബൈ 2, ദാറ്റ് ഈസ് തീറ്റ പ്ലസ് 5 ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ത് വരും? കോസ് ഓഫ് തീറ്റ മൈനസ് 5 ഹോൾ ഡിവൈഡ് ബൈ കോസ് തീറ്റ പ്ലസ്, റിമൈനർ ഡിനോമിനേറ്റർ വി ആർ റൈറ്റിംഗ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. കോസ് ഓഫ് തീറ്റ പ്ലസ് 5 പ്ലസ് ഐ സൈൻ തീറ്റ പ്ലസ് 5. ഇപ്പൊ ന്യൂമറേറ്ററിൽ ഏതാ കോമൺ ആയിട്ടുള്ളത്? ഇവിടെ നോക്ക്, 2 കോസ് തീറ്റ പ്ലസ് 5, ഇവിടെ ഐ ഇൻറ്റു, ഇവിടെ കോസ് ഓഫ് തീറ്റ മൈനസ് 5 ഉണ്ട്, ഇവിടെയും കോസ് ഓഫ് തീറ്റ മൈനസ് 5 ഉണ്ട്. രണ്ടിലും എന്ത് കോമൺ ആണ്? 2 കോമൺ ആണ്. കോസ് തീറ്റ മൈനസ് 5 ഇവിടെ ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. കോസ് തീറ്റ മൈനസ് 5 കോമൺ ആണ്. അപ്പോൾ 2 കോസ് തീറ്റ മൈനസ് 5 കോമൺ എടുക്കാം. 2 കോസ് ഓഫ് തീറ്റ മൈനസ് 5 കോമൺ എടുത്താൽ ബാക്കി എന്താണുള്ളത്? ഇവിടുന്ന് 2ഉം കോസ് തീറ്റ മൈനസ് 5ഉം കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? കോസ് തീറ്റ പ്ലസ് 5. കോസ് ഓഫ് തീറ്റ പ്ലസ് 5 പ്ലസ് ഐ ഇൻറ്റു, ഇവിടെ നമുക്ക് ഈ 2 കോമൺ എടുത്തു, കോസ് തീറ്റ മൈനസ് 5ഉം കോമൺ എടുത്തു. ബാക്കി എന്താണുള്ളത്? ഐ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് 5, സൈൻ തീറ്റ പ്ലസ് 5. നമ്മൾ ഇതിൽ രണ്ടിലും ഏത് കോമൺ ആണ്? 2ഉം കോസ് തീറ്റ മൈനസ് 5ഉം കോമൺ ആണ്. ഇവിടുന്ന് 2ഉം കോസ് തീറ്റ മൈനസ് 5ഉം കോമൺ എടുത്തു. ബാക്കി ഇവിടെ 2ഉം കോസ് തീറ്റ മൈനസ് 5ഉം കോമൺ എടുത്താൽ കോസ് തീറ്റ പ്ലസ് 5 ഉള്ളൂ. പ്ലസ് ഇവിടുന്ന് 2ഉം കോസ് തീറ്റ മൈനസ് 5ഉം കോമൺ എടുത്താൽ ബാക്കി ഒരു ഐയും
sin theta plus 5 മാത്രമേ ഉള്ളൂ. ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ cos of theta plus 5 plus I sin theta plus 5. അപ്പോൾ ഇത് രണ്ടും സെയിം ആണല്ലോ. cos theta plus 5 plus I sin theta plus 5. ഇത് here also cos theta plus 5 plus I sin theta plus 5. So you will get the answer as 2 cos of theta minus 5. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 2 cos of theta minus 5 എന്ന് കിട്ടും. ഓക്കെ, ഇത് 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് HSA. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്ക്. എയും ബിയും രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. a/1 + i + b/1 + 2i + 1 = 0. ഈ കോംപ്ലക്സ് നമ്പറിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ വാല്യൂ 0 ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ടും 0, ഇമാജിനറി പാർട്ടും 0. z = 0 + 0i എന്നാ പറയാം. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് a + ib എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. a/1 + i, a/1 + i. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? a/1 + i ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. 1 + iയുടെ കോൺജുഗേറ്റ് എന്താണ്? 1 - i. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഇമാജിനറി പാർട്ടിന്റെ സൈൻ അങ്ങ് മാറ്റിയാൽ മതി. 1 + iയുടെ കോൺജുഗേറ്റ് എന്താണ്? 1+ എന്നുള്ളത് മൈനസ് ആക്കി 1 - i കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ. അപ്പോൾ ഇത് z ആണെങ്കിൽ z is equal to a plus ib ആണെങ്കിൽ z bar കോൺജുഗേറ്റ് ഓഫ് z അത് എന്തായിരിക്കും? a minus ib ആയിരിക്കും. z into z bar എന്തായിരിക്കും? a² plus b² ആയിരിക്കും. ഇത് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ z is equal to a plus ib ആണെങ്കിൽ z bar എന്താണ്? a minus ib is called conjugate of z. z-ന്റെ കോൺജുഗേറ്റ് ആണ്. z into z bar എന്ന് പറഞ്ഞാൽ അത് രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a plus ib into a minus ib, a plus b into a minus b, a² minus b² എന്നാ വരിക. അപ്പോൾ a² minus b എന്ന് പറഞ്ഞാൽ ഇവിടെ ib ആണ്. a² minus i² b² എന്നാ വരിക. പക്ഷേ i² എന്താണ്? -1 ആണ്. അപ്പോൾ a² minus -1 വരുന്നത് എന്താവും? a² plus b² എന്നാവും. നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. z is equal to a plus ib ആണെങ്കിൽ z bar എന്താണ്? a minus ib. z into z bar എന്തായിരിക്കും? a² plus b². a² plus b² എന്ന് പറഞ്ഞാൽ റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് സാധാരണ മൾട്ടിപ്ലൈ ചെയ്ത പോലെ ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? റിയലിന്റെ സ്ക്വയർ എടുക്കുക പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ എടുക്കുക. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഐ ഇല്ലാത്ത പാർട്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഉള്ളതിൽ ഐ ഒഴികെ ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടിനും നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് b/1 + 2i. ഇവിടെ നമ്മൾ 1 + 2iയുടെ കോൺജുഗേറ്റ് എന്താണ്? 1 - 2i. 1 - 2i കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ ഇവിടെ 1 + i, അതുകൊണ്ട് 1 - i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 1 + 2i ആണ്. ഇതിന്റെ കോൺജുഗേറ്റ് എങ്ങനെയാണ്? ഈ ഇമാജിനറി പാർട്ടിന്റെ സൈൻ അങ്ങ് മാറ്റുക. 1 - 2i + 1 = 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. a into 1 - i ഡിവൈഡ് ബൈ ഇത് z into z bar അല്ലേ? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. റിയൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1² പ്ലസ് ഇമാജിനറി സ്ക്വയർ. ഇമാജിനറി പാർട്ട് എന്താണ്? അതിന്റെ സൈനും നോക്കണ്ട, കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. ഇമാജിനറി പാർട്ട് 1i ആണ് ഇവിടെ. അപ്പോൾ അതിന്റെ സ്ക്വയർ 1² പ്ലസ് b into 1 - 2i ഡിവൈഡഡ് ബൈ ഇവിടെ z അതിന്റെ കോൺജുഗേറ്റ് ആണ്. z into z bar എന്താണ്? റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. ഇവിടെ റിയൽ 1 ആണ്. ഇമാജിനറി എന്ന് പറഞ്ഞാൽ 2i ആണ് ഇവിടെ ഐ ഉള്ള പാർട്ട്. അതിൽ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ പറയില്ല, നമ്മൾ ഐ ഒഴികെ ബാക്കിയുള്ളതാണ് പറയാം. അപ്പോൾ റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ + 1 = 0. + 1 = 0. 0 എന്ന് പറഞ്ഞാൽ ഏതാ കോംപ്ലക്സ് നമ്പർ? 0 + 0i. അതിന്റെ റിയൽ പാർട്ടും 0, ഇമാജിനറി പാർട്ടും 0. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് എങ്ങനെയാ? a into 1 - i divided by 2 plus b into 1 - 2i divided by 5 plus 1 = 0 + 0i. ഇതിന്റെ റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 0. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ റിയൽ പാർട്ട് ഏതാ വരെ? ഐ ഇല്ലാത്ത പാർട്ട് a into 1/2 ദാറ്റ് ഈസ് a/2 പ്ലസ് ഇവിടെ b into 1/5 ഇവിടെ b/5. റിയൽ പാർട്ട് എന്താണ്? ഐ ഇല്ലാത്ത പാർട്ട്. അപ്പോൾ ഇതിൽ ഐ ഇല്ലാത്ത പാർട്ട് മാത്രം വേർതിരിച്ച് എഴുതാം. ഇതും റിയൽ പാർട്ട് റിയൽ ആണ്
plus 1. അത് എന്താവണം ഇവിടുത്തെ റിയൽ പാർട്ട് ആയിരിക്കണം 0. ലെഫ്റ്റ് സൈഡിലെ റിയൽ പാർട്ട് is equal to real part of the right hand side. So two complex numbers are equal if their real and imaginary parts are separately equal. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഈക്വൽ ആവണം, ഇമാജിനറി പാർട്ടും ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റിയൽ പാർട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലെ റിയൽ പാർട്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിയൽ പാർട്ട് എന്താ വരിക? a into 1 a ഒരു ബൈ 2 ഉണ്ടാവും, b into 1 ഒരു ബൈ 5 b by 5 plus 1 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതേപോലെ ഇമാജിനറി പാർട്ട് ഇവിടെ എന്താണ്? a into minus I by 2, അതായത് a into minus I by 2 minus a by 2 ആണ് ഇവിടെ ഇമാജിനറി പാർട്ട്. ഇവിടെ എന്താണ്? b into minus 2 by 5 minus 2b by 5. ഇതിൻ്റെ കൂടെ i ഉണ്ടാവും, പക്ഷെ നമ്മൾ ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ i എഴുതൂല. അപ്പോൾ ഇവിടെ മൈനസ് a by 2 i. അപ്പോൾ എൻ്റെ ഇമാജിനറി പാർട്ട് എന്താണ്? മൈനസ് a by 2. ഇവിടെ എന്ത് വരും? മൈനസ് 2b by 5 i. അപ്പോൾ മൈനസ് 2b by 5. ഇവിടെ ബാക്കി ഇമാജിനറി പാർട്ടൊന്നുമില്ല. ഈക്വൽ ടു ഇവിടെ 0 ആണ് ഇമാജിനറി പാർട്ട്, ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് എയും ബിയും കാണാം, എന്നിട്ട് അതിൻ്റെ മോഡുലസ് കാണാൻ പറ്റും. മോഡുലസ് ഓഫ് a plus ib. ഇവിടെ എന്താണ്? നമ്മൾ 10 LCM എടുക്കാം. ഇവിടെ 10 LCM എടുക്കുമ്പോൾ എന്ത് വരും? 5a plus 2b 5a plus 2b plus 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം plus 10 equal to 0. That means 5a plus 2b equal to minus 10. 5a plus 2b is equal to minus 10. See, ഇത് ബൈ ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്നർത്ഥം. ഒരു ഫ്രാക്ഷൻ്റെ വാല്യൂ 0, എക്സ് ബൈ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ 5a plus 2b plus 10 ഈക്വൽ ടു 0 ഓർ 5a plus 2b ഈക്വൽ ടു minus 10. ഇവിടെ അതേപോലെ എന്ത് വരും? 10 LCM എടുക്കുമ്പോൾ മൈനസ് 5a, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ മൈനസ് 5a 2 into 2b മൈനസ് 4b ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മൈനസ് 5a പ്ലസ് മൈനസ് 4b മൈനസ് 5a മൈനസ് 4b ഈക്വൽ ടു 0 അല്ലേ? ഇത് 0 ആവണമെങ്കിൽ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു 0 into 10, ദാറ്റ് ഈസ് 0. ഇതെങ്ങനെ സോൾവ് ചെയ്ത് രണ്ടും കൂടെ ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 5a മൈനസ് 5a 0 minus 4b plus 2b, that is minus 2b is equal to minus 10 plus 0 minus 10, or b is equal to minus 10 by minus 2, that is b is equal to 5. അപ്പോൾ b is equal to 5 ആണെങ്കിൽ a യുടെ വാല്യൂ വേണം. അപ്പോൾ b equal to 5 ആണെങ്കിൽ എന്ത് വരും? ഇവിടെ b equal to 5 എന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? 5a പ്ലസ് b 5 ആണെങ്കിൽ പ്ലസ് 10 ഈക്വൽ ടു മൈനസ് 10, or 5a is equal to ഈ 10 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ മൈനസ് 10 മൈനസ് 10 മൈനസ് 20. 5a ഈക്വൽ ടു മൈനസ് 20 ഇംപ്ലൈസ് a ഈക്വൽ ടു മൈനസ് 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? a ഈക്വൽ ടു മൈനസ് 4, b ഈക്വൽ ടു 5 എന്ന് കിട്ടി. എങ്ങനെയാ മോഡുലസ് ഓഫ് a പ്ലസ് ib കാണാം? മോഡുലസ് ഓഫ് a പ്ലസ് ib മോഡുലസ് എങ്ങനെ കാണാം? സ്ക്വയർ റൂട്ട് ഓഫ് real part square plus imaginary part square, a square plus b square, that is root of a square plus b square dana minus 4 square plus 5 square, that is root of 16 plus 25, that is square root of 41. So what is root of modulus of a plus ib? Modulus of a plus ib is square root of 41. ഇത് HSA 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2009 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തത്. ബാക്കിയുള്ള എല്ലാ കുറേ ക്വസ്റ്റ്യൻസ് 2009 ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2013, 16 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കൂടുതൽ പ്രോബ്ലങ്ങളുമായിട്ട് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.